ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം, ഇതിനകത്ത് നൂറയ്ക്ക് വേറൊരു ആൺകുട്ടിയോട് അത് ഏത് മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നി? എനിക്ക് പല മൊമെന്റിലും തോന്നിയിട്ടുണ്ട്. ചില നോട്ടങ്ങളും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. സായിക്ക് തോന്നലല്ലാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നൽ അങ്ങനെ ശരിയാകാം തെറ്റാകാം. അതിൽ തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല, വാദിക്കുന്നില്ല. പക്ഷെ നൂറയുടെ ചില നോട്ടങ്ങളും ചില പെരുമാറ്റങ്ങളും എനിക്ക് അങ്ങനെ തോന്നി. ഉറപ്പില്ല. സത്യം, ഞാൻ ഒരു കാര്യം സത്യം പറയണം, ഇവിടെ കുറെ യൂട്യൂബേഴ്സ് നൂറയ്ക്ക് ആദ്യം ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വീഡിയോ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതോ ഡു യു തിങ്ക് നൂറ ഈസ് എ ബൈസെക്ഷൽ? എനിക്ക് അങ്ങനെ തോന്നുന്നു. തോന്നലാണ് കേട്ടോ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇത് തോന്നലോ, നമുക്ക് എന്ത് വേണേലും തോന്നാം. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ടിട്ടില്ല. ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാള് ഒരിക്കലും ഇത്രയും ഒരു ടൈം ഫ്രെയിമിൽ ഇത്രയും കാലം ഒരിക്കലും ഒരു ലെസ്ബിയൻ കപ്പിളായിട്ട് ജീവിക്കില്ല. ശരി, ആകാം. എനിക്ക് ബയോളജിക്കലി ഇത് ഭയങ്കര പാടായിരിക്കാം. അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. ഇതെന്റെ തോന്നലാണ്. സത്യമെന്ന് ഞാൻ ഒരിടത്തും വാദിക്കുന്നില്ല. ചിലപ്പോ അത് എന്റെ തോന്നൽ മാത്രമായിരിക്കും. ചോദിച്ചപ്പോ ഞാൻ കുറെ കമന്റ് ബോക്സിൽ കണ്ടോ. പക്ഷെ ഞാൻ വീഡിയോ മാത്രമേ കാണുള്ളൂ. ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ അങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഇഷ്യൂനെ കുറിച്ച് അഡ്രസ് ചെയ്ത സമയത്ത് കുറെ പേര് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നൂറി പറഞ്ഞ പോലെ ആണുങ്ങളോട് അട്രാക്റ്റഡ് ആവുമ്പോ അതിലേക്ക് പ്രശ്നമാണ്. അത് അവര് തമ്മിലുള്ള ഒരു പോസിറ്റീവ്നെസ് ആയിരിക്കും.